ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് എവിടെയാണ് കെട്ടുമുട്ടൊക്കെ എടുത്ത് പോകുന്നത് വിചാരിക്കേണ്ട. നമ്മളിന്ന് റിസോർട്ടിൽ പോവുകയാണ്. വയനാട് റിസോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ റോഡിൽ വന്ന് എന്താ നിൽക്കുന്നതെന്ന് വിചാരിക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടാനായിട്ട് ഞങ്ങളുടെ സിയാദ്ക്കയുടെ ഫാമിലി ഇങ്ങനെ വരികയാണ്. അപ്പം അവരുടെ കൂടെയാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ട്രാവലർ ആക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. 5:30 മണി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ 7 മണിയൊക്കെ ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് നോളജ് സിറ്റിയിലാണ്. അവിടെ പോയിട്ടാണ് വയനാടേക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ കോഴിക്കോട് എത്താറാകുമ്പോഴേക്കും എല്ലാവരും ഡൗൺ ആയിട്ടുണ്ട്. വിശന്നിട്ട് എല്ലാവരും എന്താ പറയുക മൂഡ് ഓഫായി. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമല്ലോ. അപ്പം പിന്നെ ആ ഹോട്ടൽ പരിധി പിടിക്കലായി. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ട് എന്തായാലും നല്ലൊരു ഹോട്ടൽ തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ അവിടെ പോയിരുന്നു. സീറ്റ് ഒക്കെ സെറ്റാക്കി ഇരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് വേറെയൊക്കെ ഒരു നല്ല ഡിസൈനായിട്ട് ട്രെയിൻ രൂപത്തിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഫില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വിശപ്പിൻ്റെ കടുപ്പം കൊണ്ട് നമുക്ക് അതൊന്നും വേണമെന്നില്ല, നമുക്ക് നോർമലായിട്ട് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ ഐറ്റമൊക്കെ വന്നിട്ടുണ്ട്. പൊറോട്ട, പൊരിച്ച പത്തിരി, പിന്നെ വെള്ളയപ്പം, അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് ചട്ടി ചിക്കൻ കറിയാണ് കേട്ടോ. അതാണ് നമ്മൾ മെയിനായിട്ട് ഓർഡർ ആക്കിയിട്ടുള്ള കറി. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ബാജിക്കറി, കടലക്കറി അങ്ങനെയൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് അത്ര അങ്ങ് പിടിച്ചിട്ടില്ല. ഏതായാലും ആ ചിക്കൻ കറി അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ഫുൾ എനർജിയോട് കൂടി പോവുകയാണ്. ആ എനർജിയാണ് ഇതവിടെ കാണുന്നത്. പിന്നെ നല്ലതുപോലെ എൻജോയ് ആക്കിക്കൊണ്ട് അങ്ങനെ നമ്മൾ നോളജ് സിറ്റിയിലേക്ക് എത്തി. ഇവിടെ പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല. എന്തായാലും സിയാദ് ഖാൻ്റെ ഉമ്മാൻ്റെ നിർബന്ധത്തിലാണ് അവിടെ പോയത്. അപ്പം പിന്നെ കണ്ടപ്പം തോന്നി ഇതൊരു വലിയൊരു ഒരു താജ്മഹൽ രൂപത്തിലുള്ളൊരു പള്ളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. എന്താ പറയുക, നമ്മൾ പോയ സമയം ശരിയില്ല എന്ന് പറയാം കേട്ടോ. സ്ത്രീകളെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അങ്ങനെ നമ്മൾ ആകെ ആ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ മാംഗോ ബാർ കഴിച്ചിട്ട് കുറച്ചൊന്ന് ഒരു റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു കേട്ടോ. പിന്നെ ആണുങ്ങന്മാരൊക്കെ അവിടെ പോയിട്ടൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളുടെ പ്രകൃതി ആസ്വദിച്ച് കൊണ്ടുള്ള വയനാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ 2 മണിക്കൊക്കെ അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുക്കിംഗ് ചെയ്തപ്പോൾ 2 മണിക്കാണ് അവിടെ കയറേണ്ടത്. നമ്മൾ ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കോഴിക്കോട് അവിടെ ഇവിടെയൊക്കെ പോയിട്ടാണല്ലോ പോകുന്നത്. പിന്നെ അവിടെ പോകുമ്പോൾ മെയിനായിട്ട് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാരൊക്കെ അവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പം പിന്നെ ഞങ്ങൾ അതിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തിറങ്ങിയിട്ടാണ് നോക്കുന്നത്. കുരങ്ങുകൾ നല്ലതുപോലെ അവിടെ ഉണ്ടായിരുന്നു. സാധാരണ അവിടെ പോകുമ്പോൾ മെയിനായിട്ട് കാണുന്ന ആളാണല്ലോ കുരങ്ങുകളെ. അപ്പം പിന്നെ അതൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും അവിടെ ഇറങ്ങിയിട്ടുണ്ടായിന്. അതേപോലെ തന്നെ നമ്മളും ഇറങ്ങി. അവിടെ നിന്നൊക്കെ നോളജ് സിറ്റി ശരിക്കും കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് രണ്ടാമത്തെ വിശപ്പായിട്ടോ, ഉച്ചക്കത്തെ ചോറിനുള്ള വിശപ്പായി. അങ്ങനെ ഹോട്ടൽ പരിധി പിടിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ബിരിയാണി കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായത്. ബിരിയാണി വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ, അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിന് പരുത്തി പിടിച്ച് പോകണം കേട്ടോ. കാരണം 2 മണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ 3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. സാജ് റിസോർട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് നല്ലതുപോലെ റഷാണ് ഇവിടെ, നല്ലതുപോലെ ആൾക്കാരുണ്ട്. കാരണം 2-3 ബസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ട് തന്നെയാണ് ഉള്ളത്, നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് റൂമിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ റൂമൊന്ന് സെറ്റാക്കണം കാരണം കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ഒന്ന് അവിടെ ഒന്ന് സെറ്റാക്കി വെക്കണമല്ലോ. ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് വേണം ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങാൻ. അപ്പം പിന്നെ ഇതാ നമ്മളെ റൂമെത്തി. അപ്പം പിന്നെ 5 ഫാമിലിയാണ് ഉണ്ടായത്. അപ്പം ഒരു വീട്ടിൽ 2 ഫാമിലിക്കായിട്ട് നിൽക്കാം. അല്ലെങ്കിൽ ഒരു ബെഡ്റൂം ഉള്ളതാണെങ്കിൽ ഒരു ഫാമിലിക്കായിട്ട്. ഇതിപ്പം 2 ബെഡ്റൂം ഉള്ളതാണ്. നമ്മൾ അനിയനും കൂടി അവിടെ അങ്ങനെ താമസിച്ചു. അപ്പോൾ നല്ല ബെഡ്റൂമും കാര്യങ്ങളും നീറ്റൊക്കെ ആയിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം റൂമിലേക്ക് കൂടി കയറി. കുട്ടികൾക്ക് അതൊക്കെ ഒരു ഹാപ്പിയാണല്ലോ. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഹാപ്പിയാണ്. അത്യാവശ്യം ചായ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പം വെൽക്കം ഡ്രിങ്കും കൊണ്ട് അവരിങ്ങ് വന്നു. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു നന്നാറിൻ്റെ ഒരു ഇതായിരുന്നു. എനിക്കിഷ്ടമില്ലാത്തൊരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ കുടിച്ചില്ല, ഇവിടെ വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് ഇവിടുത്തെ വ്യൂ, ഇതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ ഞാൻ 3-ാമത്തെ തവണയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് സാജ റിസോർട്ട് എന്നല്ല, വേറെന്തോ ആയിരുന്നു പേര്. ഇപ്പോൾ അതൊന്ന് മാറ്റി തിരിച്ച് കുറച്ച് ഇവിടെ മാറ്റങ്ങളൊക്കെ വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ മാറ്റിയിട്ടാണ് സാജ റിസോർട്ട് എന്നുള്ളത്
മിസ്റ്റി പീക്ക് അങ്ങനെ ആയിട്ടായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ ആ ഒരു റിസോർട്ടിൻ്റെ പേര്. അതങ്ങനെ മാറ്റിയിട്ടാണ് ഇപ്പം സാജ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഇവിടെയായിരുന്നു സ്വിമ്മിംഗ് പൂൾ, അതൊക്കെ മാറ്റിയിട്ട് കുറേ നടന്നു പോകണം. അപ്പം അവിടെയാണ് ഇപ്പം സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. അങ്ങനെ ഇവിടെ കളിക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഫസ്റ്റ് ഓടുന്നത് വേറെ എവിടെയല്ല, ഫസ്റ്റ് തന്നെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് ഓടുക. അവിടെ പോയിട്ട് ഒരു ഇറങ്ങലാണ്, പിന്നെ കയറുന്നത് എപ്പോഴെന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ല. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഒരു വൈകുന്നേരം ആ ഒരു സമയമായപ്പോൾ അവിടെ ടീ റെഡി ആയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞ്. പിന്നെ അപ്പം നമ്മൾ വിചാരിച്ച് ടീ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നില്ലെന്നല്ലേ, പിന്നെ നമുക്ക് ടീ കിട്ടാതെ ആയി പോകുന്നുള്ള ഇതിൽ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് ടീ കുടിക്കുക, എന്നിട്ട് പിന്നെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാമെന്നുള്ളൊരു രീതിയായി. അങ്ങനെ നമ്മൾ ടീ കുടിക്കാൻ വേണ്ടി പോവാണ്. നോക്കുമ്പം ആണ് മനസ്സിലായത് പുറത്ത് വണ്ടി ഉള്ളതുപോലെ തന്നെ ചായ റെഡിയാണെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നല്ലതുപോലെ റഷായിട്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ ചായക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചായ റെഡിയായി കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്, പക്ഷെ പുറത്ത് എല്ലാവരും ഇങ്ങനെ വന്നിങ്ങനെ നിന്നിട്ടാണ് ഉള്ളത്. ഇതെല്ലാവരും ചായ റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ വന്ന് നിന്നിട്ടാണ് ഉള്ളത്. എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ ചായ കുടിച്ചിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിലായിരിക്കാം. അപ്പം ഇവിടെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് കാണാൻ നല്ല നല്ല വ്യൂ കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ചായ കുടിച്ചിട്ട് പോകണം എന്നുള്ളൊരിതാണ്. അപ്പം നമ്മൾ ചായ ഒന്ന് എടുക്കട്ടെ. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, ജിഞ്ചർ ടീ, പിന്നെ കോഫി, അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. എൻ്റെ ചായക്ക് മധുരമൊന്നും ഉണ്ടായിട്ടില്ല, അപ്പോൾ പഞ്ചസാരയൊക്കെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇടാം. കടികളൊക്കെ അവരിങ്ങനെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്താ പക്കോട അതുപോലുള്ള എന്തോ ഒരു ഐറ്റമാണ്. അവ സോസും കൂട്ടിയിട്ട് അത് നല്ലതുപോലെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അവിടെ വന്നുള്ള എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് മനസ്സിലായിട്ട് അവരിങ്ങനെ തീരുന്നൂറ് ഫില്ല് ചെയ്ത് തരും, ആ പാത്രത്തിൽ ഇങ്ങനെ നിറച്ച് തരും. അപ്പം പിന്നെ എങ്ങനെ കഴിക്കണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല കേട്ടോ, ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങലാണ്. അപ്പം അവിടെ ആരൊക്കെ ഉണ്ട് ഒന്നും അറിയില്ല. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ച് അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളവിടെ പോവാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നല്ലതുപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു കുട്ടികളൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ എൻ്റെ മോളൊക്കെ ഇവിടെ ഇറങ്ങി കളിക്കുകയാണ്. അപ്പോൾ അനിയൻ്റെ മക്കളും എൻ്റെ മക്കളും എല്ലാവരും ഉണ്ട്, ഏട്ടൻ്റെ മക്കളും എല്ലാവരായിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ ഇങ്ങനെ ഇതാക്കുന്നത് നമ്മളിങ്ങനെ നോക്കുന്നു. അപ്പം നമുക്കും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായി. പിന്നെ അപ്പോൾ എല്ലാവരും കയറിയ സമയത്ത് നമ്മളും അത്യാവശ്യം ഇറങ്ങി കളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇനി പോയിട്ടൊരു കുളിയൊക്കെ ഒന്ന് പാസ്സാക്കി പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നനഞ്ഞിട്ടാണ് ഉള്ളത്. പിന്നെ എന്താ രാത്രിയാകുമ്പോൾ ഇവിടെ ഒരു നടക്കാൻ വേറെ തന്നെ ഒരു വൈബാണ്. ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം പ്രത്യേക രസമാണല്ലോ. അങ്ങനെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി നമ്മൾ ഉള്ള സമയമൊക്കെ നല്ലതുപോലെ എൻജോയ് ആക്കണമല്ലോ. അപ്പോൾ പിന്നെ റിസോർട്ട് എടുത്തതിനെ കൊണ്ട് പിന്നെ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ വന്ന ട്രാവലർ അവന് നല്ല DJ സോങ്ങും വെച്ച് ഒരു സ്മോക്കും ചെയ്ത് അങ്ങനെ മൊത്തം നല്ല ഒരു വൈബാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അതിലിറങ്ങി നല്ല ഡാൻസും കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടും നഷ്ടം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്നറിയില്ല. പെങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കുകയാണ് കേട്ടോ, ഇവിടെ എന്താ മുട്ടും പാട്ടൊക്കെ കേൾക്കുന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ അവന് അങ്ങനെ പാട്ടൊക്കെ വെച്ചെടുത്തുകൊണ്ട് അങ്ങനെ അത് എൻജോയ് ആക്കി. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ടായി, ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു. അങ്ങനെ അവളുമായിട്ട് സംസാരിച്ച് അവൾ പോയിട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഇവിടുന്ന് ഗെയിം കളിക്കുകയാണ്. അങ്ങനെ ഗെയിം ഇങ്ങനെ കളിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മളെ മക്കളാണ് ഇവിടെ ഉള്ളത്, ബാക്കിയുള്ളവരൊക്കെ പോയി. നേരത്തെ നല്ലതുപോലെ റഷായിരുന്നു. അപ്പം പിന്നെ അവർ കളിക്കട്ടെ, നമ്മളിങ്ങനെ നടന്നു വരാം. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കും വന്ന് കളിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ പാട്ട് പാടാനുള്ള ഇതും കാര്യങ്ങളും കുട്ടികൾക്കുള്ള ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പാട്ട് പാടുന്ന ഏരിയയിലേക്ക് പോവാണ്. എന്തായാലും സിയാദ്ക്ക് അവിടെ ആയിരിക്കും ഉണ്ടാകുക. പാട്ട് പാടുന്നത് എവിടെയാണുള്ളത് അവിടെ ആയിരിക്കും സിയാദ്ക്ക് അനിയനിക്കും ഭയങ്കര പാട്ട് പാടാൻ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അവർ രണ്ടുപേരും എന്തായാലും അവിടെ ഉണ്ടാവും. അവർ രണ്ടുപേരും എന്തായാലും പാട്ട് പാടുകയും ചെയ്യും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും അവിടെ തന്നെ ഉള്ളതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ പോവുകയാണ്. നോക്കുമ്പോൾ ശരി തന്നെ കേട്ടോ, അവരവിടെ തന്നെ ഉണ്ട്, പാട്ടിങ്ങനെ കേട്ടിരിക്കുകയാണ്. അവിടെ 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ പാട്ട് പാടാൻ. അപ്പം നല്ല വൈബാക്കി തന്നിട്ടുണ്ടായിരുന്നു അവർ. നല്ല ഡാൻസും കാര്യങ്ങളും പാട്ടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന നല്ല സിംഗറായിരുന്നു കേട്ടോ രണ്ടുപേരും. അത് കഴിഞ്ഞ് അനിയനും അതുപോലെ സിയാദിക്കും ഒക്കെ പാട്ട് പാടിക്കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും ഫുഡ് അവിടെ റെഡിയാണെന്ന് പറഞ്ഞപ്പം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടത്തേക്ക് വന്നിട്ടുണ്ടായി.
അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ പൊറോട്ട, ബിരിയാണി, നെയ്ച്ചോറ്, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ ചപ്പാത്തി, പിന്നെ വെജിറ്റബിൾ സലാഡ്, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയൊന്നും എനിക്ക് അത്ര കറക്റ്റായിട്ട് ഓർമ്മയില്ല. നൂഡിൽസ് അങ്ങനെ എന്തെല്ലാം ഉണ്ട് കേട്ടോ. സൂപ്പ്, പിന്നെ പായസം, എല്ലാം നല്ല നല്ല ഐറ്റംസൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവർ വലിയ എൻജോയ് ഒന്നുമല്ല. അപ്പം പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ആദ്യം പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലേക്കെല്ലാം പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ രാത്രിയാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ അവിടെയൊക്കെ പോയതാണ്. അപ്പം നമുക്ക് ഇന്ന് രാത്രി ഇത്രയേ ഉള്ളൂ. അപ്പോൾ രാത്രി ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടാണ് രാവിലെ നമുക്കൊന്ന് കറങ്ങാൻ. അങ്ങനെ ഞങ്ങൾ രാവിലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഒന്ന് രാവിലെ ഒന്ന് ഇറങ്ങി നടക്കാനൊരു രസമല്ലേ. അപ്പോൾ പിന്നെ ആ സമയത്തും അതുപോലെ തന്നെ നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങി. കുട്ടികൾ കളിക്കുന്ന ഗെയിം ഏരിയ ഉണ്ടല്ലോ, അവിടത്തേക്ക് പോയിട്ട് കുട്ടികളൊക്കെ ഒന്ന് കളിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ രാത്രി പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അവിടെ നിന്നൊക്കെ കുറച്ച് കളിപ്പിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം സ്വിമ്മിംഗ് പൂളിലേക്ക് കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിന്. പിന്നെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി. ഏതായാലും സ്വിമ്മിംഗ് പൂളിൽ നമ്മളൊന്നും ഇറങ്ങുന്നില്ല, എന്തായാലും കുട്ടികൾ കളിക്കുന്നില്ലേ എന്ന് വിചാരിച്ച് അവിടെ പോയി കുറച്ച് സമയം അത് കഴിഞ്ഞ് രാവിലത്തെ ഫുഡും കൂടി അവിടെ റെഡിയാണ്. ചായ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ചായ കുടിക്കുകയാണ്. രാവിലത്തെ സ്പെഷ്യൽ ഇഡ്ഡലി, പിന്നെ അതുപോലെയുള്ള ഐറ്റംസ് കേട്ടോ. മുട്ട, പിന്നെ ബട്ടൂര, കടലക്കറി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ബ്രെഡ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാമാണ്. ഞാനേതായാലും ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് പിന്നെ അതിൽ ബട്ടറും അതുപോലെ ജാമൊക്കെ മിക്സ് ആക്കിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായത്. പിന്നെ കുട്ടികൾ കളിക്കുന്ന ഏരിയയിൽ പോയി നോക്കുമ്പോൾ അങ്ങനെ കുറച്ച് സമയം കളിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നല്ലതുപോലെ എൻജോയ് ആക്കിയിട്ടുണ്ട്. എന്തായാലും വന്നിട്ട് നമുക്ക് വെറുതെ വന്ന് എന്ന് തോന്നിയിട്ടില്ല കേട്ടോ. നല്ലതുപോലെ എൻജോയ് ആക്കിയത് കൊണ്ടാണ് നമുക്ക് അത് വലിയൊരു നഷ്ടമായിട്ട് തോന്നാത്തത്. അപ്പോൾ ഇതുപോലെ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ എൻജോയ് ആക്കാൻ നോക്കണം. അപ്പം നമുക്ക് വെറുതെ ഇവിടെ വന്നെന്ന് തോന്നില്ല. അല്ലാതെ വെറുതെ നമ്മൾ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു രസം ഉണ്ടാവില്ല. അങ്ങനെ പോകുന്ന ഇടയിൽ സൺഫ്ലവർ ഏരിയയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.